ഹലോ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ? എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ചെറിയൊരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലേ, ആ കാര്യം വേറൊന്നുമല്ല, വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ്, ഇതിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വാക്കുകൾ നമ്മൾ പണ്ടുള്ള ഇപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഒരാളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് വാക്കുകൾ, അല്ലെ? വാക്കുകൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒരേ സമയം കൊണ്ട് സന്തോഷിപ്പിക്കാനും പറ്റും, ഒരേ സമയം കൊണ്ട് വേദനിപ്പിക്കാനും പറ്റും. നമുക്ക് സംസാരിക്കുമ്പോൾ, കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷമ, പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അയാളെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. നൈഫിനെ കാട്ടും കത്തിയും കാട്ടും മൂർച്ചയേറിയ ഒന്നാണ് വാക്ക്. നമ്മൾ ഒരാൾക്ക് പ്രചോദനം കൊടുക്കാൻ വാക്കിന് പറ്റും, അല്ലെ? നല്ല വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് പ്രചോദനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീൽ കൊടുക്കാനും പറ്റും. പക്ഷേ ഈ വാക്കുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, നെഗറ്റീവും കൊടുക്കാൻ പറ്റും, അല്ലെ? നമ്മൾ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, തല്ലുന്നതിനേക്കാളും പെയിനാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ. വാക്ക് തല്ലുന്നത് നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തല്ലി, അത് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ വേണ്ട 10 മിനിറ്റ് നമുക്കതങ്ങ് പോവും, വേദന അങ്ങ് പോവും. പക്ഷേ വാക്കുകൾ പോകില്ല മനസ്സിൽ നിന്നും. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. അത്രമാത്രം ശക്തി ആർക്കുണ്ട്? വാക്കിനുണ്ട്, വാക്കുകൾക്കുണ്ട്. ഓക്കെ, വേർഡ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 5 ലെറ്റർ കൊണ്ടങ്ങ് തീർന്നു, അല്ലെ? പക്ഷേ അതിലേറെ എന്തുണ്ട്? മുറിവേൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ നമ്മൾ ഒരാളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വാക്കുകൾ പറയുക. നമ്മൾ കുറച്ചു കാലമാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ കൂളായി ജീവിക്കാം. ഓക്കെ, നമുക്ക് ഈ ദേഷ്യം പെട്ടെന്ന് വരും. അപ്പൊ നമ്മൾ സത്യം മനഃപൂർവ്വം പറയുന്നതല്ല, നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാണ്. പക്ഷെ ഒരു വാക്ക് നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു 1000 സോറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞിട്ടോ കാര്യമില്ല. പറഞ്ഞത് പറഞ്ഞു, അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാനില്ല, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അല്ലെ? ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് വാക്കെന്ന് പറയുന്നത്. അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ അല്ലെങ്കിൽ കാലൊരു മുറിവ് പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? മരുന്ന് വെച്ച് കൊടുക്കാം, അത് നാളെ ആകുമ്പോൾ പൊറുക്കും. പക്ഷേ നമ്മൾ ഒരു വാക്ക് കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് ഉണങ്ങാൻ ഇച്ചിരി പാടാം. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാക്കുന്നത് നമ്മൾ അത്രയും സ്നേഹിച്ച് അത്രയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ വായിന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ കൂടുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ നമ്മൾ സംസാരിക്കാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാം. ഓക്കെ, ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്. നമുക്ക് എല്ലാവരും ഒരുപോലെ ആകണം എന്നില്ല. ചിലപ്പോ ചിലവർ തുറന്നടിച്ച് സംസാരിക്കുന്നവരാണ്, അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താ സംസാരിക്കുന്നതെന്ന്. അങ്ങനത്തെ ചില വ്യക്തികളുണ്ട്. ചിലവർ കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കും, ചിലവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫീൽ അനുസരിച്ച് സംസാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സൂക്ഷിച്ച് എന്ത് ചെയ്യുക? വേർഡ്സ് ഉപയോഗിക്കുക. വേർഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ചില വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താം. പക്ഷെ ആ വാക്കുകൾ കൊണ്ട് തന്നെ, അല്ലെ, ഈ വാക്കുകൾ കൊണ്ട് തന്നെ മറ്റൊരാളെ ജീവിതത്തിൽ നിന്ന് പിന്നിലോട്ടും വലിക്കാൻ ശക്തിയുണ്ട്. ഓക്കെ, വാക്കുകൾക്ക് അത്രമാത്രം എന്തുണ്ട്? മൂർച്ചയേറിയ ആയുധമാണ് വാക്കുകൾ. ഓക്കെ, സോ എൻ്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത്, ജോലി സ്ഥലത്തായാലും നമ്മുടെ
ചിലർ കോളേജിൽ പോകുന്നവരായിരിക്കും, ചിലർ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ചിലവർ ഫാമിലീസ് ആയിരിക്കും, ചിലവർ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മൾ ആരോട് കോൺവെർസേഷൻ ചെയ്താൽ